സത്യത്തിൽ ഇവിടെ വന്നിരിക്കാനായിട്ട് എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഏതായാലും ബ്രദറിന്റെ കൂടെ ഇരിക്കാനായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഓടി വന്നേ. എല്ലായ്പ്പോഴും നമ്മളെപ്പോഴും സെലിബ്രിറ്റീസിനെയൊക്കെ കാണുമ്പോൾ ഓടിച്ചെന്നിരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ ബ്രദറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ വലിയ ധ്യാനങ്ങളൊന്നും കൂടിയിട്ടുള്ള ഒരാളൊന്നുമല്ല. വളരെ യാദൃശികമായിട്ടായിരുന്നു ഈ മിനിസ്ട്രിയിലേക്ക് വന്നതും അതിനു മുമ്പ് ഒരു ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ടുള്ള ഗ്രാഹ്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിച്ചു. ഇന്നിവിടെ വന്നപ്പോൾ ഫസ്റ്റ് പറഞ്ഞ ഒരു കാര്യം, നമ്മള് എള്ളോളം ഉള്ളൂ, എള്ളോളമാണെങ്കിൽ വിശ്വാസം എള്ളോളം ഉണ്ടെങ്കിൽ നമുക്ക് എന്തോരം വേണമെന്ന് പറഞ്ഞ് കടലോളം വേണം. അപ്പോൾ നമ്മളെപ്പോഴും ബ്രദർ പറഞ്ഞതിൽ നിന്നൊരു കാര്യം മനസ്സിലായത്, ഇന്ന് പ്രൊട്ടസ്റ്റന്റുകാരും അവരും തമ്മിലുള്ള ഒരു വ്യത്യാസം, നമ്മൾ തമ്മിലുള്ള ഒരു വ്യത്യാസം, എപ്പോഴും ഒരു വചനം എടുക്കാതെ ആ വചനം മുഴുവൻ വായിച്ചിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് അതിനെക്കുറിച്ച് ധ്യാനിച്ച് അതിൽ നിന്നും ഒരു മെസ്സേജ് കിട്ടുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കണം. നമ്മളെപ്പോഴും ഒരു വചനത്തിന് വേണ്ടിയിരിക്കുന്നവരാ. അപ്പൊ നമ്മൾ കടലിലേക്ക് ഇറങ്ങി അതിൽ നിന്നും ആഴത്തിലുള്ള ആ ഒരു മുത്ത്, അപ്പൊ ആ ഒരു മുത്ത് കിട്ടണമെങ്കിൽ എളുപ്പമല്ല. ആ കടൽ മുഴുവൻ നീന്തണം, അല്ലെങ്കിൽ ആ കടലിലേക്ക് ആഴ്ന്നിറങ്ങണം. ഞാനിവിടെ വന്ന് ഇരുന്നപ്പോൾ ഫസ്റ്റ് കേട്ട ഒരു സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണ്. അതിനുശേഷം പറഞ്ഞ കാര്യം ഇവിടെ എല്ലാവരും പറഞ്ഞു, പുതിയ തോൽക്കുടം. ഒരിക്കലും പഴയ തോൽക്കുടത്തിലേക്ക് ഒരിക്കലും പുതിയ വീഞ്ഞ് ഒഴിച്ചേക്കരുത്. അപ്പൊ നമ്മൾ മാറാതെ നമ്മൾ അതിലേക്ക് എന്തോരം നിറച്ചുകൊണ്ടിരുന്നാലും അത് ഭേദിച്ച് പുറത്തേ പോകത്തുള്ളൂ. ഒരിക്കലും അതിൽ ഫില്ലാവത്തില്ല. അപ്പൊ നമ്മൾക്ക് എന്തുകൊണ്ടാണ് നമുക്ക് എഫക്റ്റീവ് അല്ലാത്തതെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും തെറ്റുപറ്റുന്നത് നമ്മുടെ ഈ പഴയ തോൽക്കുടത്തിലേക്ക് തന്നെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും എഫക്റ്റീവായിട്ട് പുറത്തു വരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത്, നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള വചനങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കും എപ്പോഴും. ഒരിക്കലും ഇന്നിപ്പോ ബ്രദർ പറഞ്ഞൊരു സിമ്പിൾ വചനമാണ്, നമ്മുടെ ഇതിൽ പറഞ്ഞൊരു വചനം നമ്മൾക്കൊരു എക്സസൈസ് പോലെ തന്നതാ. പക്ഷെ അതൊരിക്കലും നമ്മൾ ഇന്ന് വരെ ഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഒള്ളി മോനച്ചേട്ടൻ മാത്രമേ അതിന് ആൻസർ പറഞ്ഞുള്ളൂ. നമ്മളോടൊക്കെ ചോദിച്ചതാ, എന്തുകൊണ്ടാണ് വെളിപ്പെടുത്തരുത്, ഉപമ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വെളിപ്പെടുത്താത്ത എന്ന് പറഞ്ഞപ്പോ നമ്മൾ ആ വചനം വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് വരെ നമ്മൾ അതിനെ ഇത് ചെയ്തില്ല. കാരണം നമ്മൾ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം നോക്കിപ്പോവും. കാരണം അത് നമുക്ക് അറിയാൻ പാടില്ല, എന്തിനും ഇപ്പൊ അതിന് വേണ്ടാത്ത വയ്യാവലി എടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് എപ്പോഴും മറന്ന് ബ്രദർ പറഞ്ഞു കഴിഞ്ഞപ്പോ റിയലി ഐ എം ജസ്റ്റ് എന്താ പറയാ, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സംഭവം അവിടെ. എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും കൺവീനിയന്റ് ആയിട്ട് പഴയ നിയമത്തിലേക്ക് ഏതെങ്കിലുമൊക്കെ പോയിട്ട് നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള, ഞാൻ ഉടനെ എടുത്ത ബൈബിൾ വചനം ഏശയ്യ ആ ഒരു വചനത്തിലേക്ക് പെട്ടെന്ന് പോയെ. കാരണം എന്തെങ്കിലും ക്ലൂ കിട്ടുമെങ്കിൽ അവിടുന്ന് പറയാമെന്ന് വിചാരിച്ചു. അത് എടുത്തപ്പോഴേക്കും ബ്രദർ പറഞ്ഞു അവിടെ ഉണ്ടത്. ബ്രദർ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു അവിടെ ഉണ്ട്. പക്ഷെ അതല്ല, പക്ഷെ നമ്മളെപ്പോഴും കൺവീനിയൻസിന് വേണ്ടി എപ്പോഴും ശ്രമിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ ബ്രദർ പറയുന്നത് ഒരിക്കലും കൺവീനിയൻസിന് വേണ്ടി ആവരുത്. നമ്മുടെ ഒരു പുതിയ നിയമത്തിൽ നിന്നുകൊണ്ട്, ആ പുതിയ ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കണം. ആഗ്രഹിച്ചാൽ നമുക്ക് ലഭിക്കും. എന്തായാലും താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജീസസ്. എനിവേ, എനിക്ക് എന്തായാലും ബ്രദറിന്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്.